പ്രിയമുള്ളവരെ, നമ്മൾ കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു റിസൾട്ട് 2026 എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം കുന്നത്തുനാട് നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം പോലെയല്ല 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. അവിടെ 2020 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകം അവർ എൻ ഡി എയിൽ ചേരുകയാണ്. എൻ ഡി എയുടെ വോട്ടും ഒപ്പം 2020യുടെ വോട്ടും ചേർന്നാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന കുന്നത്തുനാട് കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ 2020 പിടിച്ച വലിയൊരു വോട്ടിൻ്റെ ബലത്തിലാണ് അത് എൽ ഡി എഫിലേക്ക് മാറുന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ 2020യുടെ വോട്ട് ബാങ്കിൽ ഭൂരിഭാഗവും എന്ന് പറയുന്നത് അത് യു ഡി എഫിൻ്റെ വോട്ടാണ്. ആ യു ഡി എഫിൻ്റെ വോട്ട് ഭാഗിക്കപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീനിജൻ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരനായ പിന്നീട് എൽ ഡി എഫിലെത്തിയ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു വരുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ 2020യുടെ വോട്ട് അത് പരമ്പരാഗതമായ യു ഡി എഫിൻ്റെ വോട്ടായിരുന്നു. ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് 2020യുടെ വോട്ട് ബാങ്കുകൾ അത് ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളാണ്. നമ്മൾ 2020യുടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച ഐക്യനാടും കിഴക്കമ്പലത്തും കുന്നത്തുനാടും ഒക്കെ മഴവന്നൂരും ഒക്കെ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റൊക്കെ നോക്കുമ്പോഴും അവർ പ്രധാനമായും ന്യൂനപക്ഷ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ, പിന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അവരുടെയൊക്കെ രാഷ്ട്രീയം ഒരു ബി ജെ പി വിരുദ്ധതയാണ്. ആ വിരുദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് പോകുവാൻ വൈമനസ്യം പ്രകടിപ്പിച്ചേക്കാം എന്നുള്ള റിസൾട്ട് തന്നെയാണ്, അങ്ങനെയുള്ള നിഗമനം തന്നെയാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട് ഒരുപക്ഷെ എൻ ഡി എക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വിരളമാണ്. അതായത് പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടിയിരുന്ന വോട്ട് അത് പിന്നീട് 2020ലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ 2020 എൻ ഡി എയിൽ എന്നതോടൊപ്പം ബി ജെ പിയിലേക്ക് പോരുന്നു എന്നതിൻ്റെ പേരിൽ ആ വോട്ടുകളൊക്കെ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിഗമനങ്ങൾ ഒക്കെയും സൂചിപ്പിക്കുന്നത്. പക്ഷേ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചില പഞ്ചായത്തുകളിലൊക്കെയും 2020ക്ക് വലിയ അപ്രമാദിത്വമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഡോക്ടർ സുജിത് പി സുരേന്ദ്രൻ 41,890 വോട്ടുകളാണ് ഈ കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. അതായത് അവിടെ വിജയിച്ച പി ശ്രീനിജനുമായിട്ട് വോട്ട് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയും മൂന്നാം സ്ഥാനത്തുള്ള 2020യുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം 10,000-നകത്ത് വോട്ടുകൾ മാത്രമാണ്. സജീന്ദ്രൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും മൂന്നാം സ്ഥാനത്തെത്തിയ 2020യുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വിഹിതം ഏകദേശം 6,000 വോട്ടുകൾക്ക് അകത്തു മാത്രമാണ്. 6,000-7,000 വോട്ടുകൾക്ക് അകത്തു മാത്രമാണ്. അതായത് കടുത്ത ഒരു ത്രികോണ മത്സരം കഴിഞ്ഞ പ്രാവശ്യം കുന്നത്തുനാട് നടന്നിട്ടുണ്ട്. 2020ക്ക് വലിയ രീതിയിൽ മത്സരം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അവിടെ മത്സരിക്കുവാൻ അഖിൽമാരാർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, കാരണം 2020ക്ക് വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ അഖിൽമാരാറിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി വെച്ച് അവിടെ വിജയിക്കുവാൻ കഴിയുമോ എന്നാണ് 2020 ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് ചില നിഗമനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2020 അഖിൽമാരാരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സംഘപരിവാര പശ്ചാത്തലം കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ബി ജെ പി വോട്ടുകൾ കൂടി ലഭിക്കും എന്ന ഒരു ചില ധാരണകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതരം ഒരുപക്ഷെ കുട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ മതേതര വോട്ടുകൾ 2020യുടെ വോട്ടുകൾ കൂടി നഷ്ടപ്പെടുന്നതിന് കാരണമാകുമോ എന്നുള്ള ഒരു നിഗമനം കൂടി നമ്മൾ നടത്തേണ്ടിയുണ്ട് എന്നാണ് പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എറണാകുളം ജില്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആകെയുള്ള 87 പഞ്ചായത്തുകളിൽ 67 പഞ്ചായത്തുകളും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല ഈ കുന്നത്തുനാടിൻ്റെ കീഴിൽ വരുന്ന 4 പഞ്ചായത്തുകൾ അവിടെ 2020 ആണ്. കാരണം യു ഡി എഫ് ഇത്രയും വലിയ ഒരു വിജയം എറണാകുളം ജില്ലയിൽ നേടുമ്പോഴും ഈ കുന്നത്തുനാടിൽ ആ വിജയം യു ഡി എഫിന് ആവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ 2020യുടെ ഒരു മേധാവിത്വം ഉണ്ട്. പ്രത്യേകിച്ചും ചില പഞ്ചായത്തുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഐക്യനാട് പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റുകളിൽ 20 സീറ്റും 2020ക്കാണ്. അവിടെ യു ഡി എഫിനോ എൽ ഡി എഫിനോ സീറ്റുകളൊന്നുമില്ല. അതുപോലെ കിഴക്കമ്പലം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ 21 സീറ്റിൽ 20 സീറ്റും 2020ക്കാണ്. യു ഡി എഫിന് പേരിനൊരു സീറ്റാണുള്ളത്. അതായത് ആ 40 സീറ്റുകൾ എടുക്കുമ്പോൾ തന്നെ
യു ഡി എഫിന് ഒരു സീറ്റും 41 സീറ്റുകൾ എടുക്കുമ്പോൾ തന്നെ യു ഡി എഫിന് ഒറ്റ സീറ്റും 2020ക്ക് 40 സീറ്റും എൽ ഡി എഫിന് ഒരു സീറ്റും ഇല്ല എന്ന അവസ്ഥയാണ്. അതായത് വലിയൊരു അപ്രമാദിത്യം ഐക്യനാടും കിഴക്കമ്പലത്തും 2020 പുലർത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. കുന്നത്തുനാട് പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 11 സീറ്റ് യു ഡി എഫിന്, എൽ ഡി എഫിന് ഒരു സീറ്റ്, 2020ക്ക് 9 സീറ്റ്. അതായത് 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫുമായിട്ട് 2020ക്ക് അവിടെ പഞ്ചായത്തിൻ്റെ നഷ്ടമാടുന്നത്. ഇനി മഴുവന്നൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് 7, എൽ ഡി എഫ് 3, 2020 10. പുത്രിക്ക പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 7-7 സമാസമമാണ് 2020യും യു ഡി എഫും. അവിടെ എൽ ഡി എഫിന് 2 സീറ്റ് മാത്രമാണുള്ളത്. തിരുവണ്ണിയൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 4 സീറ്റ് യു ഡി എഫ്, 5 സീറ്റ് എൽ ഡി എഫ്, 9 സീറ്റ് 2020 എന്നതാണ്. ഇനി പുത്തൻകുരിശ് പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് എൽ ഡി എഫിനാണ്. 7 സീറ്റ് യു ഡി എഫ്, 8 സീറ്റ് എൽ ഡി എഫ്, 2020ക്ക് 2 സീറ്റ്. വാഴംകുളം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 15 സീറ്റ് യു ഡി എഫ്, 2 സീറ്റ് എൽ ഡി എഫ്, 5 സീറ്റ് 2020, 2 സീറ്റ് എൻ ഡി എ എന്ന രീതിയിലാണ്. അതായത് 4 പഞ്ചായത്തുകളിൽ 2020 ഭരിക്കുന്നുണ്ട് ഈ കുന്നത്തുനാട് പഞ്ചായത്തിൻ്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ചില പഞ്ചായത്തുകളിൽ 11-9, കുന്നത്തുനാടിലാണെങ്കിൽ 11-9 എന്ന സീറ്റിൽ ഭരണം നഷ്ടപ്പെടുന്നു. പുത്രിക്കയിൽ 7-7 യു ഡി എഫുമായിട്ട് സമാസമം പിടിക്കുന്നു. അതായത് 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളിലും 2020ക്ക് അപ്രമാദിത്യം ഉണ്ട് എന്ന് തന്നെയാണ് റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുത്തൻകുരിശും എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട്, വാഴക്കുളവും കുന്നത്തുനാടും യു ഡി എഫ് ഭരിക്കുന്നുണ്ട്. അങ്ങനെ 8 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകൾ 2020ക്ക് അപ്രമാദിത്യം, 1 പഞ്ചായത്ത് സമാസമം, 2 പഞ്ചായത്ത് യു ഡി എഫ്, 1 പഞ്ചായത്ത് എൽ ഡി എഫ് എന്ന രീതിയിലാണ് ഉള്ളത്. അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആ റിസൾട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുകയാണെങ്കിൽ ആ ഡിവിഷനുകളിൽ 2020ക്ക് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഏകദേശം 7000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പൊതുവായുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് 2020യുടെ വോട്ട് ബാങ്കുകൾ അത് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കാണ്. ആ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കുകൾ എന്ന് പറയുന്നത് ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ട് ബാങ്കാണ്. വളരെ ചെറിയ ഒരു വിഭാഗം മുസ്ലിം വോട്ട് ബാങ്കും അവിടെയുണ്ട്. അത് യു ഡി എഫിലേക്ക് തന്നെ തിരികെ പോകുമെന്നാണ്. കാരണം ബി ജെ പിയുമായിട്ടുള്ളൊരു അലയൻസ് ഇഷ്ടപ്പെടുന്നില്ല ഈ 2020യുടെ വോട്ട് ബാങ്കുകൾ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലം ഇപ്രാവശ്യം അത് യു ഡി എഫിലേക്ക് എത്തുവാനുള്ള ഒരു സ്ഥിതി തന്നെയാണ് കാണിക്കുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നിന്നും നേർവിപരീതമായ ഒരു ഇലക്ഷൻ റിസൾട്ടായിരിക്കും കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. അവസാനമായി മാതൃഭൂമി നടത്തിയ സർവേയിലും കുന്നത്തുനാട് അവിടെ യു ഡി എഫ് നേടും എന്ന രീതിയിലാണ്. മിക്ക സർവേകളും കുന്നത്തുനാട് ഈ പ്രാവശ്യം ഈ യു ഡി എഫിനൊപ്പം ആയിരിക്കും എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും അഖിൽമാരാരുടെ ഒരു സ്ഥാനാർത്ഥിത്വം കുന്നത്തുനാടിൽ 2020ക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.